അറബ് ലോകത്ത് വളരെ രസകരവും കൗതുകകരവും എന്നാൽ ചിന്തനീയവുമായ ഒരു പഴഞ്ചൊല്ല് പ്രത്യക്ഷപ്പെട്ടു. ഗസയിലെ യുദ്ധവിരാമത്തിന് ശേഷമാണ് അത്തരമൊരു പഴഞ്ചൊല്ല് അറബ് ലോകത്താരോ പണിതെടുത്തത്. ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരമൊരു സന്ദേശം ലോകത്താകെയും വളരെ പ്രസക്തമായ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ്. കാരണം അത് വിചിത്രമാണ്, കൗതുകകരമാണ്, ചിന്തനീയവുമാണ്. അത് വേറൊന്നുമല്ല, ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചിരുന്ന ഒരുപാട് മനുഷ്യർ ലോകത്തുണ്ടായിരുന്നു. പലരും അക്കാര്യത്തിൽ വളരെ വികാരനിർഭരരായിരുന്നു. കടുത്ത മതമൗലികവാദികളും വർഗീയവാദികളും വിദ്വേഷവാദികളും അല്ലാത്ത മനുഷ്യർ ഈ കുഞ്ഞുങ്ങളിങ്ങനെ കൊല്ലപ്പെടുന്നത് കണ്ടും അവിടുത്തെ വെടിയേറ്റ ദൃശ്യങ്ങൾ കണ്ടും പരിക്കുകൾ കണ്ടുമൊക്കെ വല്ലാതെ വേദനിച്ചു. ഇതൊന്ന് അവസാനിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. ഇത് ലോകം കാണുന്നില്ലേ എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ചവരും കരഞ്ഞവരും ഒക്കെയുണ്ട്. ആ വാർത്ത നോക്കാതിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു ഭാര്യ ഭർത്താവിനോട് വളരെ വികാരനിർഭരമായി പറഞ്ഞത്രേ, ഗസയിലെ യുദ്ധം അവസാനിക്കുമ്പോൾ അവിടെ അനാഥമാകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ദത്തെടുത്ത് വളർത്തണം. കാരണം അവർക്ക് ഉപ്പയില്ല, ഉമ്മയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അനാഥത്വം ഇത്രയും ഒരു ദുഃഖകരമായ അവസ്ഥയിൽ പാഴായി പോകരുത്, നമുക്ക് വളർത്തണമെന്നാണ് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത്. അപ്പോ ഭർത്താവ് തിരിച്ചു ഭാര്യയോട് പറഞ്ഞത്രേ, യുദ്ധം കഴിയുമ്പോൾ ഇത് അവസാനിക്കുമ്പോൾ അവർ അവസാനിക്കില്ല, അവർ വിജയിക്കുക തന്നെ ചെയ്യും. ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് അനാഥരായ കുഞ്ഞുങ്ങളെ നമ്മളല്ല ദത്തെടുത്ത് വളർത്തേണ്ടത്, മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ വളർത്താൻ ഏൽപ്പിക്കണമത്രേ. ആലോചിച്ച് നോക്കൂ, ആ കുഞ്ഞുങ്ങളെ മരണത്തിലും നഷ്ടത്തിലും ദുരന്തത്തിലുമൊക്കെ എത്ര ധീരതയോടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അടിയുറപ്പിച്ച് ഓരോരുത്തരും മരണപ്പെടുമ്പോൾ ഞാൻ എൻ്റെ മകന്റെ അടുത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമകൾ അവളുടെ ഉമ്മയടുത്തേക്ക് പോയി എന്ന് പറയുന്ന ആ ഒരു വികാരത്തോടെ പരലോകമെന്ന ഉറച്ച ബോധ്യം, മരണാനന്തര ജീവിതമെന്ന ഉറച്ച ബോധ്യം, അത് കിട്ടുന്നതിൽ സന്തോഷിക്കുന്ന മനുഷ്യരുടെ ഉറച്ച വിശ്വാസം, അത് ലോകത്തെ അമ്പരപ്പിച്ചു എന്നതാണ് സത്യം. മനുഷ്യർക്കൊക്കെയും ജീവിക്കാനുള്ള കൊതിയുണ്ട്. ആ ജീവിതം, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുമ്പോഴും നമുക്ക് ഹൃദയത്തിൽ 100% ബോധ്യമുള്ളത് ഈ മണ്ണിനു മീതെ നാം ആസ്വദിക്കുന്ന ജീവിതത്തിൽ തന്നെയാണ്. പേരിന് പറയും മരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ, അതൊരു തരം ഒരു സ്വയം നാണം കെടണ്ട എന്ന് വിചാരിച്ച് പറയുന്നതാണ്. മരിക്കാൻ തയ്യാറല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് ചിലപ്പോൾ സമൂഹം വിഡ്ഢിയെന്ന് വിലയിരുത്തും എന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും അതിന് തയ്യാറാണ്, എനിക്കതിൽ ഭയമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇനിയും ഒരുപാട് ജന്മങ്ങൾ ഇവിടെ തന്നെ ജീവിക്കണമെന്നും 100ഉം 150ഉം കഴിഞ്ഞാലും ഇവിടെ നിലനിൽക്കണമെന്നും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് മരണത്തെ സ്നേഹിക്കുന്ന മക്കളെ വളർത്തുന്നത്. മരണം നഷ്ടമല്ലെന്നും നേരായ മാർഗത്തിലാണ് മരിക്കുന്നതെങ്കിൽ ഭാഗ്യവാന്മാരാണെന്നും വെറുതെ പുറംപൂച്ചിനും മൈക്കിൽ പ്രസംഗിക്കാനുമല്ല, അത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് സ്വന്തം സഹോദരൻ മരണപ്പെടുമ്പോഴും കേവലം കൗമാരപ്രായത്തിലോ ബാല്യത്തിലോ ഉള്ള കുഞ്ഞുങ്ങൾ പോലും വളരെ ദൃഢനിശ്ചയത്തോടെ ആ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളും ഒപ്പം വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത്. പ്രവാചകൻ ഖബറിനെ നോക്കി സലാം പറയാൻ പറഞ്ഞതും അതുതന്നെയാണ്. നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ, ഞങ്ങളും ഒപ്പദാ വരുന്നു എന്നാണ്. അതൊരു ബോധ്യപ്പെടലാണ്, കേവലം ഒരു ഉച്ചരിക്കുന്ന അക്ഷരങ്ങളോ ആശയങ്ങളോ അല്ല. ആ ബോധ്യത്തോടെ വിളിച്ചു പറയാനും ആ ബോധ്യത്തോടെ ജീവിക്കാനുമാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഭർത്താവ് പറഞ്ഞതാണ് ശരി. ഗസയിൽ അനാഥ കുഞ്ഞുങ്ങളെ വളർത്താൻ നമുക്ക് യോഗ്യതയില്ല. നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ അവരെ ഏൽപ്പിക്കണം. ആ ഒരു ഈരടിയാണ് അറബ് ലോകത്ത് വലിയ വൈറലായി മാറിയത്.